എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. 2ാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്തൊരു സുഗന്ധം എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇല പ്രിന്റ് ആൽബം നിർമ്മിക്കാം, ഇല കൊണ്ട് ജീവികളുടെ രൂപങ്ങൾ തയ്യാറാക്കാം, വിശേഷണങ്ങൾ ചേർക്കാം, വാക്യം മാറ്റി എഴുതാം, കവിതയ്ക്ക് ഈണം നൽകാം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രവർത്തനങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇല പ്രിന്റ് ആൽബം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കടലാസിനടിയിൽ ഇലകൾ വെച്ച് കടലാസിന് മുകളിൽ ക്രയോൺ ഉരസുക. ഇലകളുടെ പ്രിന്റ് കിട്ടും. ഓരോ ഇലയുടെയും പേരെഴുതണം. അപ്പോൾ കടലാസിന്റെ അടിയിൽ ടീച്ചർ ഇന്ന് കാണിച്ചു തന്ന പോലെ ഇലകൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ ക്രയോൺ കൊണ്ട് ഉരസണം. എന്നിട്ട് കിട്ടുന്ന പ്രിന്റ് ആണ് ഇലകളുടെ പ്രിന്റ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇലകളുടെ പ്രിന്റ് ഉണ്ടാവുക എന്ന്. കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് പ്രിന്റ് ലഭിക്കും. ഓക്കെ, എന്നിട്ട് അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അടുത്തത് നമുക്ക് ഇല കൊണ്ട് മൃഗങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാം. ഓക്കെ, ഉണ്ടാക്കി നോക്കാം. അപ്പൊ എങ്ങനെയാ ചെയ്യാം? മൃഗങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കി നോക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഞാനിതാ കുറച്ച് ജീവികളുടെ ചിത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. കണ്ടോ, എളുപ്പല്ലേ? നമുക്ക് ഈ ഇലകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് മൃഗങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വാട്ടർ കളറോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കളർ കൊടുക്കാം. അടുത്തത് വാക്യം മാറ്റി എഴുതാം. വീട് മുഴുവൻ എത്ര അന്വേഷിച്ചിട്ടും കാണാതായ പെൻസിൽ കിട്ടിയില്ല. അരിച്ചു പെറുക്കിയിട്ടും എന്ന വാക്ക് ചേർത്ത് ഈ വാക്യം മാറ്റി എഴുതണം. എങ്ങനെയാ ചെയ്യാ? ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും കാണാതായ പെൻസിൽ കിട്ടിയില്ല. ഓക്കെ, അടുത്തത് വിശേഷണങ്ങൾ ചേർക്കാം. കൊതിപ്പിക്കുന്ന വാസന, കൊതിപ്പിക്കുന്ന രുചി, ആവോളം ആസ്വദിച്ചു, ആവോളം കഴിച്ചു. അടുത്തത് പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിയായ മോഹം, കുലകുലയായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ. അപ്പൊ ഇതൊക്കെ പാഠഭാഗത്തുള്ളതാണ് കേട്ടോ. പാഠം നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്കിത് കണ്ടെത്താൻ കഴിയും. അടുത്ത ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. ഇതിനൊരു ഈണം നൽകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഞാനൊരു ഈണം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഈണങ്ങൾ തയ്യാറാക്കി അത് പാടി ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഈണങ്ങളും തയ്യാറാക്കാം. നന്നായിട്ട് ഈണത്തിൽ ചൊല്ലി നോക്കുക. അപ്പൊ സുഗതകുമാരി എഴുതിയ ഒരു കവിതയാണിത്. അപ്പൊ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.